കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും വിവാദമായിട്ടുള്ള കേരളത്തെ മുഴുവൻ ഞെട്ടിച്ച സംഭവമായിരുന്നു ശബരിമല ശ്രീകോവിലിലെ സ്വർണ്ണക്കൊള്ള. ആ കാലത്ത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞത് സ്വർണം കട്ടവരെയും കൂട്ടുനിന്നവരെയും തുറുങ്കിലടക്കും എന്നായിരുന്നു. മാത്രമല്ല, അദ്ദേഹം അന്ന് ഈ കേസിൻ്റെ ഈ സംഭവത്തിൽ പങ്കാളികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനായിട്ട് CBI അന്വേഷണം ആവശ്യമാണ് എന്ന് നിലപാടെടുത്ത ആളാണ്. ശ്രീ VD സതീശൻ മുഖ്യമന്ത്രിയായിട്ട് 2 മന്ത്രിസഭാ യോഗങ്ങൾ നടന്നു കഴിഞ്ഞു. അദ്ദേഹം ഈ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായവും പ്രകടിപ്പിച്ചിട്ടില്ല. അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ചോദിക്കാനുള്ളത്. ഈ കാര്യത്തിൽ അടിയന്തരമായിട്ട് CBI അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. ഇത് സംബന്ധിച്ച് പാർട്ടിയുടെ 3 MLA-മാരും ചേർന്ന് സംയുക്തമായി മുഖ്യമന്ത്രിക്ക് ഒരു കത്തിലൂടെ ഈ കാര്യം ആവശ്യപ്പെടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ കത്ത് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിക്കും. അതോടൊപ്പം മറ്റൊരു കാര്യം, ശബരിമലയിൽ ആചാരങ്ങൾ ലംഘിക്കാൻ, അവിടെ ശബരിമലയിലെ പവിത്രത തകർക്കാൻ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്ന ശ്രമങ്ങൾ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ആ ശ്രമങ്ങൾക്കെതിരായിട്ട് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വിശ്വാസികളായിട്ടുള്ള ആളുകൾ രംഗത്തിറങ്ങി. ആ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് അന്നത്തെ സർക്കാർ കേസെടുത്തു. ഇപ്പോൾ ഇന്നലെ ആഭ്യന്തരമന്ത്രി പറഞ്ഞതായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഗുരുതരമല്ലാത്ത കേസുകളൊക്കെ പിൻവലിക്കും. ഈ ഗുരുതരമല്ലാത്തത് എന്നുള്ളത് ആരാണ് തീരുമാനിക്കാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല. അന്നത്തെ കേരള പോലീസാണ് ഒരു സംഭവത്തെ ഗുരുതരമായിട്ടോ അല്ലാതെയോ അന്ന് വിശേഷിപ്പിച്ചത്. അന്നത്തെ പോലീസ് ചെയ്ത പല കാര്യങ്ങളും അത് നിയമത്തിന് നിരക്കുന്നതായിരുന്നില്ല എന്ന് UDF തന്നെ ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് ഈ നവകേരള യാത്രയുടെ സന്ദർഭത്തിൽ ഉണ്ടായിട്ടുള്ള അക്രമങ്ങൾ. ആ കേസുകളെ സംബന്ധിച്ച് അന്നത്തെ പോലീസ് നേതൃത്വം തന്നെ എടുത്തിട്ടുള്ള നിലപാടുകൾ സംശയാസ്പദമാണ് എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ ഈ ഗുരുതരമല്ലാത്തത് എന്നുള്ള വേർതിരിവ്, അങ്ങനെയുള്ള ഒരു പ്രത്യേകമായിട്ട് ചിലതൊക്കെ ഗുരുതരം ചിലതൊക്കെ ഗുരുതരമല്ലാത്തത് എന്നുള്ള കണ്ടെത്തൽ, ആ കണ്ടെത്തൽ അശാസ്ത്രീയമാണ് എന്നിരിക്കെ ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കേസുകളും, ആ കേസുകൾ മുഴുവൻ തന്നെ ക്വാഷ് ചെയ്യണം, അത് മുഴുവൻ തന്നെ റദ്ദാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനം മുഖ്യമന്ത്രിയുടെ തലത്തിൽ കൈക്കൊള്ളണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്.